ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നിയാസ്ക കൂവപ്പൊടി ഉണ്ടാക്കുന്ന ഒരു ലോങ് വീഡിയോ ആണ്. ഞാൻ പാലൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും നിയാസ്ക തോട്ടത്തിലിറങ്ങിക്ക്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും നിയാസ്കക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് കൃഷി ചെയ്യുക, പഴങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ, കായ്വിളകൾ കിട്ടുന്ന സാധനങ്ങൾ നട്ടുണ്ടാക്കുക, അത് വിളവെടുക്കുക, അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. ഓരോ വിത്തുകൾ കൊണ്ട് നടുക, അതിൻ്റെ ഓരോ വളർച്ചകൾ നോക്കുക, എന്നിട്ട് അതൊക്കെ പറിച്ചെടുത്ത് എല്ലാവരും നല്ല കഴിക്കുക. നിയാസ്ക നട്ടുണ്ടാക്കിയതൊക്കെ എല്ലാവരും പറിച്ച് കഴിക്കുക, വെച്ചുണ്ടാക്കി, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. നിയാസ്കക്ക് ഇങ്ങനത്തെ പരിപാടി ഇഷ്ടമായതുകൊണ്ട് തന്നെ നിയാസ്ക തോട്ടത്തിൽ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ എന്തായാലും വിളിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും വണ്ടിയിൽ ആ സൈഡിൽ കൊണ്ടിരുത്തും. അപ്പോൾ ഇന്ന് കൂവ പറിച്ചെടുക്കുന്ന വീഡിയോ ആണ്. നല്ല നീല കളറുള്ള കാട്ടുകൂവയാണ് കേട്ടോ. ഇതൊക്കെ പറിച്ചെടുത്ത് കഴുകി അരിച്ച് അതൊരു ഭയങ്കര കുറേ സമയം നീണ്ടു നിൽക്കുന്നൊരു ടാസ്കിന്. പിന്നെ ഒക്കെ നിയാസ്ക തന്നെയാണ് ചെയ്തത്. അല്ലറ ചില്ലറ പരിപാടിയെ ഞാൻ കൂടി കൊടുത്തുള്ളൂ. ഇതൊക്കെ ഈ നമ്മൾ ഭയങ്കര മണ്ണുള്ളതൊക്കെ നിയാസ്ക നല്ല വൃത്തിക്ക് കഴുകുകയാണ് കേട്ടോ. അതൊക്കെ വൃത്തിക്ക് കഴുകി അത് നമ്മളിനി വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കിയിട്ട് മുറിച്ചിടണം. ചില നല്ല മീൻസ് പറിക്കാൻ പാകമായിട്ടുള്ള ചിലതൊക്കെ ഇളം കൂവയാണ്. വലുതിൻ്റെ ഉള്ളൊക്കെ കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നീല കളറുള്ള നല്ല ഭംഗിയുള്ളൊരു കളറൊക്കെ ഉണ്ട്. പിന്നെ ഈ വലിയ കൂവകളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ടാണ് അരക്കുന്നത്. അപ്പം വലിയ കഷ്ണങ്ങളായി അരയാൻ പാടായിരിക്കും. അന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ മുറിച്ചിടണം. അങ്ങനെ ഞാനായിരുന്നു മുറിച്ചിടുന്ന ആൾ, നിയാസ്ക അരക്കുന്നതും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കണ്ടോ നല്ല നീല കളറില്ലേ. നിയാസ്ക അതൊക്കെ അരച്ചെടുത്ത് കുറേ അരച്ചെടുത്ത് ഒഴിച്ച് ഇതാണ് കേട്ടോ കാണുന്നത് ആ ചെമ്പട്ടിയിൽ. ഇനി ഇതൊക്കെ നമുക്ക് അരിക്കണം. പഴയ മിക്സി ഞങ്ങൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പുറത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. 2-3 മണിക്കൂർ നീണ്ടു നിന്നൊരു പ്രോസസ്സായിരുന്നു. അപ്പം ഇതൊക്കെ ആക്കിയാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂവയല്ലേ, ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണല്ലോ. എന്തായാലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ ഒരുപാട് മായം കലർത്തിയിട്ട് തന്നെ ആയിരിക്കും. ഒബ്വിയസ്ലി എന്തായാലും അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാകുമ്പോൾ അത് അത്രയ്ക്ക് പ്യുവറായിരിക്കുമല്ലോ. കഴിഞ്ഞ നോമ്പിനും ഞാൻ കൂവപ്പൊടി ഉണ്ടാക്കിയിട്ട് കൂവപ്പൊടി ഞങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണ് ഞങ്ങൾ കാച്ചിയത്. നോമ്പിന് കൂവപ്പൊടി കാച്ചുന്നൊരു പരിപാടിയുണ്ട്. കാരണം വെള്ളക്കുണിയൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് കൂവപ്പൊടി മൂത്രക്കടച്ചിലിനോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണല്ലോ. അതുകൊണ്ട് അത് കാച്ചും. ഈ സംഭവം നിയാസ്ക ഇങ്ങനെ കാണിച്ചു തന്നപ്പോഴാട്ടോ നമ്മൾ ചില വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്നല്ലാണ്ട് ഇതിങ്ങനെ ഉരുട്ടി പിടിക്കുമ്പോൾ മാവ് പോലെ ലൂസാക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോവുകയും ചെയ്യുന്നത്. ഇത് പിറ്റത്തെ ദിവസം ഊറി കഴിഞ്ഞിട്ടുള്ളതാട്ടോ. ഊറാൻ വെച്ച് അത് ഊറി കഴിഞ്ഞപ്പോഴുള്ള കൺസിസ്റ്റൻസിയാണത്. ഇതിന് വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കി കഴിയുമ്പം അതിങ്ങനെ പൊടിയായിട്ട് ഈ തരി വരും. ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം നമ്മൾ കുപ്പിയിലെടുത്താക്കാൻ. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും ചെയ്യണം.